വെൽക്കം ബാക്ക്. സമയം 4 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട്. ഇക്കാക്ക് പോകേണ്ട ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇതൊരു പ്ലാൻ ചെയ്യാത്തൊരു ഡേ ഇൻ മൈ ലൈഫാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു 3-4 കൊറിയേഴ്സ് ഒരുമിച്ചൊരു ദിവസം വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന കുറേ കൊറിയേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്ന് അതൊക്കെ അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇക്കാക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഈ സമയത്ത് ലൈറ്റായിട്ട് കഴിക്കും. പിന്നെ ചെന്നിട്ടാണ് അവരുടെ ഫസ്റ്റ് ബ്രേക്കിനാണ് കേട്ടോ അവർ പിന്നെ എന്തെങ്കിലും ഫുഡ് ഹെവി ആയിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊടുത്തു വിടുന്നത്. രാവിലെ പുട്ടും വേറെന്തോ പയറല്ല പീസ് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം ഈ 1 മണിക്കൂറിനുള്ളിൽ 1 മണിക്കൂറല്ല 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ചെറിയ കാര്യങ്ങളൊക്കെ രാത്രി തന്നെ ഞാൻ ചെയ്തു വയ്ക്കും. ബാലൻസ് ഉള്ളത് കുക്ക് ചെയ്യാന്നുള്ള പരിപാടി മാത്രമാണ് പിന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. കാരണം ആ 3/4 മണിക്കൂറിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. കാരണം ആൾ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുപോകും, പിന്നെ ചായ ഫ്ലാസ്കിൽ കൊണ്ടുപോകും, പിന്നെ നോർമൽ വാട്ടറും കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ സമയത്ത് തന്നെ എന്തെങ്കിലും സാൻഡ്വിച്ചോ റോളോ എന്തെങ്കിലും കൊടുത്ത് വിടും കേട്ടോ. കാരണം അവർക്ക് 2 ബ്രേക്ക് ഉണ്ട്. ഫസ്റ്റ് ബ്രേക്ക് എന്ന് പറയുന്നത് ചെറിയൊരു ഷോർട്ട് ബ്രേക്കാണ്, പിന്നെ ഒരു ലോങ് ബ്രേക്ക് ഉണ്ടാകും. അപ്പോൾ ലോങ് ബ്രേക്കിൻ്റെ സമയത്താണ് ഇവർ എന്തെങ്കിലുമൊക്കെ ഹെവി ആയിട്ട് കഴിക്കാറുള്ളൂ. പിന്നെ ഷോർട്ട് ബ്രേക്ക് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ബ്രേക്ക് എടുക്കാം. പക്ഷേ എടുക്കുന്നത് 2 ടൈപ്പ്, ഒന്ന് 15 മിനിറ്റ്സും ഒന്ന് ഹാഫ് ആൻ അവറും ആ ഒരു ബ്രേക്കാണ്. അപ്പോൾ ആ 15 മിനിറ്റ്സ് ബ്രേക്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സാൻഡ്വിച്ചോ റോളോ ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ സാൻഡ്വിച്ച് ആയിരുന്നു. കാരണം ഹുമ്മൂസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് തീരുന്ന വരും അത് മാത്രമായിരിക്കും ഉണ്ടാക്കി കൊടുക്കണേ. കാരണം എളുപ്പം അതായിരിക്കുമല്ലോ. പിന്നെ ഇടയ്ക്ക് രാത്രിയൊക്കെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കോളേജിലൊക്കെ പോയി വന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ റോളൊക്കെ ആക്കി വയ്ക്കും, അത് ഫ്രൈ ആക്കി കൊടുത്തുവിടും. അങ്ങനെ കൊണ്ടുപോകാനുള്ളത് വെള്ളവും ചായയും അങ്ങനെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊടുത്ത് ഇക്കാക്കനെ സെറ്റാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ എണീക്കേണ്ടത് ഒരു 10 മണി 10:30 ആയിപ്പോയിട്ടാണ് എണീക്കുന്നത്. കാരണം കിടക്കുമ്പോൾ തന്നെ പിന്നെ 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടാകും ഉറങ്ങാൻ. 6 മണി കഴിഞ്ഞാലും ഉറങ്ങിയിട്ടുണ്ടാവില്ല. ആ സമയത്ത് കിടന്നാൽ പിന്നെ എണീക്കുന്നത് 10:30 കേട്ടോ. അപ്പോൾ ഞാൻ എണീക്കുന്നത് തന്നെ ഡോറിൻ്റെ റിങ് കോണിംഗ് ബെല്ല് അടിക്കണൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. മനസ്സിലായിട്ടുണ്ടായിരുന്നത് എന്തോ ഒരു കൊറിയറാണെന്ന്. പക്ഷെ ഞാൻ അതിൻ്റെ പാക്കേജ് ഒന്നും ഞാൻ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ സർപ്രൈസായിട്ട് വന്നത് ഇക്കാക്ക നോക്കി വെച്ചിട്ടുണ്ടായിരുന്നൊരു സംഭവമായിരുന്നു കേട്ടോ. ഒരു സ്ക്രീൻ എക്സ്റ്റൻഡർ ആയിരുന്നു. അപ്പോൾ ഇക്കാക്ക വരുമ്പോൾ തന്നെ അത് അൺബോക്സ് ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആൾ ഓർഡർ ചെയ്തത് ആൾ തന്നെ വന്നിട്ട് അൺബോക്സ് ചെയ്തിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുമായിട്ട് തൊട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഷെസൂനെ ഞാൻ ഒന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല ക്ലാസ്സിൽ. കാരണം എണീറ്റപ്പോൾ തന്നെ ഒരു മൂടുണ്ടായിരുന്നില്ല കൊണ്ടുവന്നാക്കാൻ. പിന്നെ ഞാൻ ക്ലാസ്സിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഷെസൂനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിരിക്കാലാണ് കേട്ടോ. വീണ്ടും ഞാൻ ഇനി വരാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ഞാൻ നോക്കി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കാല്ലേ ഒരു കൊറിയർ ഓൾറെഡി ഡെലിവേർഡ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാതിൽ തുറന്നപ്പോൾ അതൊന്നും ഞാൻ അവിടെ കണ്ടില്ല. പിന്നെ അത് നമ്മുടെ ഈ ഗേറ്റിൻ്റെ ബാക്കിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തോ ഷെസൂൻ്റെ ഡ്രസ്സായിരുന്നു. ഡ്രസ്സല്ല, വിൻ്ററിൽ ഇടുന്ന ടൈപ്പ് ഫ്ലീസിൻ്റെ പാൻസും പിന്നെ സോക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അതും വന്നിട്ടുണ്ടായിരുന്നു. അതും ഞാൻ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ 3 പ്രാവശ്യം പോയി റിട്ടേൺ കൊടുത്ത ആ ഒരു പാക്കേജില്ലേ അതായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ആ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. കാരണം വിൻ്റർ കഴിയാറായി, പക്ഷേ ഈ ഒരു ഐറ്റം കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
പിന്നെ എന്തായാലും ഞാൻ തന്നെ ഓർഡർ ചെയ്ത് ഞാൻ തന്നെ വെയിറ്റ് ചെയ്ത സാധനമായതുകൊണ്ട് ഞാൻ തന്നെ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകണ്ട. കാരണം എനിക്കിനി ഇതിൻ്റെ പുറകെ സൈസിൻ്റെ ഇഷ്യൂസും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്കിനി പുറകെ ഓടാൻ വയ്യാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ. കറക്റ്റ് സൈസ് തന്നെയാണ് ഓർഡർ ചെയ്തത്. സാധാരണ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഇവൻ്റെ സൈസിൻ്റെ ഒരു ചെറിയൊരു അതിൻ്റെ താഴെയുള്ളൊരു സൈസാണ് ശരിക്കും ഞാൻ ഓർഡർ ചെയ്യാറ്. പക്ഷേ എന്തോ ആ ഒരു സമയത്ത് ഓർഡർ ചെയ്തപ്പോൾ കറക്റ്റ് സൈസ് തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്ത് പോയി. പിന്നെ രണ്ടാമത്തെ തവണ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ അവൻ്റെ ഒരു സൈസ് കുറവാണ് ഓർഡർ ചെയ്തിട്ടാ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ തെർമലിൻ്റെ സോക്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിവിടെ വിൻ്റർ ബൂട്ട് വേണം. വിൻ്റർ ബൂട്ട് പിന്നെ ഇവനൊന്നും ഇടില്ല, ഞാനും ഇടാറില്ല സംഭവം. കാരണം നല്ല വെയിറ്റാണ്. തന്നെയല്ല വിൻ്റർ ബൂട്ടിൻ്റെ ആവശ്യം എനിക്കങ്ങനെ ഇടേണ്ടതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. കാരണം സൂക്ഷിച്ച് നടന്നാൽ മതി, സൂക്ഷിച്ചില്ലെങ്കിൽ തന്നെ ഇടും, അത്രയൊക്കെ തന്നെയുള്ളൂ ഇവിടുത്തെ പണി. പിന്നെ ഇവനിക്കെന്ന് പറയണത് ഇവനിക്ക് ഭയങ്കര സെലക്റ്റീവാണ്. കാരണം അവൻ പറയുന്ന ഷൂ ഇടണം, അവൻ പറയുന്ന ഡ്രസ്സ് ഇടണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ വിൻ്റർ ബൂട്ടൊന്നും അവൻ തൊടുവും കൂടി ഇല്ല. പിന്നെ തെർമൽ സോക്സ് ആവശ്യമാണ്. കാരണം നമ്മുടെ നോർമൽ ഷൂ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വിൻ്ററിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിരലൊക്കെ ഭയങ്കര പെയിനായിരിക്കും. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സോക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ നമുക്കതിൽ വലിയ ചേഞ്ചസ് ഒന്നും തോന്നില്ല. പക്ഷെ അവൻ ഇത് ഇട്ടേ പിന്നെ അവനിക്ക് സ്നോ വീണാലും എത്ര -ഡിഗ്രി കൂടുതലാണെങ്കിലും കുറവാണെങ്കിലൊക്കെ അവൻ എങ്ങനെ ഇവിടെ നടന്നു കേട്ടോ. കാരണം അതിനുശേഷം അവൻ എപ്പോഴും എവിടെ പോവുകയാണെങ്കിലും സ്കൂളിൽ പോവുകയാണെങ്കിലും അവനിക്ക് നടക്കണം, അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് തന്നെ പോകണമായിരുന്നു. കാരണം ബസ് എങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ അവനെ എടുത്തിട്ട് ഡേ കെയറിൽ കൊണ്ടുവന്നാക്കണം, അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ബസ് മിസ്സാവലില്ല, പക്ഷേ വിൻ്റർ കഴിഞ്ഞു. പക്ഷേ വിൻ്ററിൻ്റെ സമയത്ത് ഇത് വാങ്ങി നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അവൻ അങ്ങനെ എടുക്കാൻ പറയലൊന്നുമില്ല കേട്ടോ. ആൾ ഓക്കെയാണ്. പിന്നെ അതുകൊണ്ടൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാക്ക വന്നപ്പോൾ തന്നെ ഞാൻ സർപ്രൈസായിട്ട് വന്ന ഒരു ഐറ്റം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ചെറിയതായിട്ടൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തോ സ്പ്ലിറ്റ് സ്ക്രീൻ ആവശ്യമാണ് എന്ന് എപ്പോഴും പറയണ കേൾക്കാം. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളൊരു സാധനമായിരുന്നു കേട്ടോ ഇത്. നമുക്കിത് നമ്മുടെ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പിൻ്റെ സ്ക്രീനും എക്സ്ട്രാ 2 സ്ക്രീനും നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഈ ഫോട്ടോ കാണുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സംഭവം മിനിമൈസ് ചെയ്യാതെയോ അല്ലെങ്കിൽ നമുക്ക് ന്യൂ വിൻഡോസ് എടുത്തിട്ടിട്ട് സിംഗിൾ സ്ക്രീനിൽ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഡ്രാഗ് ചെയ്ത് ഈ 3 സ്ക്രീനിലായിട്ട് നമുക്ക് 3 പേജസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ആ ഒരു സംഭവമാണത്. കണ്ടപ്പോൾ പെട്ടെന്ന് സ്ക്രീൻ ചെറുതാണെന്നൊക്കെ തോന്നിയിട്ടോ. പക്ഷെ നമുക്കത് എന്തോ വലിച്ചിട്ട് സ്റ്റാൻഡ് പോലെ എന്തൊക്കെയോ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സെയിം സൈസിൽ തന്നെ സാധനം കിട്ടും കേട്ടോ. അതെന്തൊക്കെയോ കാട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ട് ഇങ്ങനെയാണ് സംഭവം. ആ നടുക്കിരിക്കുന്നതിൽ നമ്മുടെ ലാപ്ടോപ്പ് കയറ്റി വയ്ക്കണം. ഇതാണ് സാധനം. ഇതിപ്പോൾ വച്ചേക്കുന്നത് കറക്റ്റ് അല്ല. നമ്മുടെ ആ 2 സൈഡിൽ നീണ്ടിരിക്കുന്ന ആ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, അതിന് സപ്പോർട്ടായിട്ട് എന്തൊക്കെയോ സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ലാപ്ടോപ്പ് സ്ക്രീൻ എക്സ്റ്റൻഡർ. ഇതിനു വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്തു. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ വീണ്ടും എനിക്കൊരു കൊറിയറിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ പോയി നോക്കിയപ്പോൾ അത് നേരെ ഇരിക്കുന്നത് ഫ്രണ്ട് ഡോറിലാണ് കേട്ടോ. ആദ്യത്തെ നമ്മുടെ മെയിൻ ഡോറിൽ തന്നെ ഇരുന്നു, പിന്നെ ഗേറ്റിൻ്റെ ബാക്കിലിരുന്നു, പിന്നെ നേരെ ഫ്രണ്ട് ഡോറിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു. ഇതെന്ന് പറയുന്നത് ഞാനും കുറേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്, വേറൊന്നുമല്ല. നമ്മൾ ഫസ്റ്റ് നമ്മൾ അക്കോമഡേഷൻ എടുത്തിരുന്നിടത്ത് നമുക്കൊരു വാർഡ്രോബ് തന്നെ ഉണ്ടായിരുന്നു, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്കൊരു ബെഡ്റൂമും അതിൻ്റെ അകത്ത് തന്നെ ഒരു ഡ്രസ്സിങ് റൂം ഉണ്ടെന്നല്ലാതെ അവിടെ ഒരു വാർഡ്രോബ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം മടക്കി ചെറിയൊരു സെറ്റപ്പിലൊക്കെയായിരുന്നു ഞാൻ വച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതൊക്കെ ഭയങ്കര അലമ്പ് കോലായിട്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അത് വീണ്ടും തുറന്ന് ഫോൾഡ് ചെയ്ത് മടക്കി ഒതുക്കിയൊക്കെ വയ്ക്കേണ്ട ആവശ്യങ്ങൾ വരും. പിന്നെ ആ റൂമിലേക്ക് വലിയ കാര്യമായിട്ട് പൊടി കാര്യങ്ങളൊന്നും കയറൊന്നുമില്ല.
പക്ഷെ എന്തായാലും ഒരു വാർഡ്രോബ് അത്യാവശ്യമായിരുന്നു. ഓൾറെഡി അവിടെ ഒരു ഫിക്സ്ഡ് ആയിട്ട് ഒരു വാർഡ്രോബ് ഉണ്ടായിരുന്നെങ്കിൽ സീൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് എന്തായാലും എപ്പോഴും ഈ ഒരു അക്കോമഡേഷൻ നമ്മൾ ഈ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കണം എന്നൊന്നും ഇല്ലല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചേഞ്ച് ചെയ്യും. എന്തെങ്കിലും ഇതിലും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലം വന്നതിന് നമ്മൾ എന്തായാലും അക്കോമഡേഷൻ മാറും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കത് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള എന്തെങ്കിലും ഒരു വാർഡ്രോബ് ആയിരിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തത് ഞാൻ കുറേ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്കൊരു ക്ലോത്തിൻ്റെ മെറ്റീരിയൽ തന്നെ ഹാങ് ചെയ്ത് ഇടുന്ന കുറേ സംഭവങ്ങളൊക്കെയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ കുറേ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അലുമിനിയാണിത്, അതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഒരു സെറ്റപ്പിലുള്ള സംഭവം കണ്ടുപിടിച്ചത് കേട്ടോ. ശരിക്കും കാണുമ്പോൾ നമുക്കൊരു ക്വാളിറ്റി ഇഷ്യൂസ് തോന്നുമെങ്കിലും നല്ല ക്വാളിറ്റി ആയിരുന്നു. നമുക്കത് ഡ്രസ്സ് 1-2 വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് നീങ്ങൂല. വാർഡ്രോബ് നല്ല വെയിറ്റും നല്ല ബലത്തിലെ സംഭവം ഇരുന്നുള്ളൂ കേട്ടോ. നമ്മളത് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഭയങ്കര ടൈറ്റായിട്ടാണ് ആ സംഭവം ഇരിക്കണത് തന്നെ. നടുക്ക് തന്നെ ആ ഒരു വൈറ്റ് ഇതെന്ന് പറയുന്നത് ക്ലോത്തും അല്ല പ്ലാസ്റ്റിക്കും അല്ല, വേറെ എന്തോ ഒരു മെറ്റീരിയലാണ്. അത് നമ്മൾ ആ ഒരു സ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ വച്ചിട്ട് കവർ ചെയ്യുക ചെയ്യുന്നത്. പിന്നെ ആ സ്റ്റിക്ക് എന്ന് പറയുന്നതും നല്ല വെയിറ്റുള്ള സംഭവമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. കുറേയൊക്കെ കറക്കി തിരിച്ചൊക്കെ നോക്കിയത് എങ്ങനെ വയ്ക്കണമെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഷെസൂന് ഇടയ്ക്കിടയ്ക്ക് ലൈം ജ്യൂസ് കുടിക്കണം. ഷെസൂനും പപ്പക്കും ഒരേ തോന്നലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നപ്പോൾ സഹായിക്കാൻ വേണ്ടി വന്ന ആളാണ് കേട്ടോ അവൻ. അപ്പോൾ അവൻ അങ്ങനെ കുറേ എന്തൊക്കെയോ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിപ്പോൾ പിന്നെ ഇക്കാക്ക ഈ ഒരു പരിപാടി ഏറ്റെടുത്തിട്ടാണ്. ഇത് എങ്ങനെ വെക്കണം എന്നൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേയൊക്കെ കണ്ടു. കാരണം സൈസിൻ്റെ ആ സ്റ്റിക്കിൻ്റെ ചെറുതും വലുതും പിന്നെ നടുക്ക് വയ്ക്കുന്ന ഒരു ഷീറ്റിൻ്റെ സൈസ് അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം വയ്ക്കാൻ. അങ്ങനെ കുറേയൊക്കെ ഇരുന്ന് കണ്ടുപിടിച്ചൊക്കെ ഈ ഒരു ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ ചെറിയ വലിപ്പാണെങ്കിലും നല്ലതായിട്ട് സ്പേസ് ഉണ്ടായിരുന്നു. എൻ്റെ അവിടെ വച്ചിരുന്ന എല്ലാ ഡ്രസ്സുകളും ഈ ഒരു സ്റ്റാൻഡിൽ തന്നെ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. മെയിനായിട്ടും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ക്യാരി ചെയ്യാൻ പറ്റണം. കാരണം നമുക്ക് ഇവിടുന്ന് താഴേക്ക് സ്റ്റെയർ ഇറങ്ങിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കട്ടിൽ ബെഡ് ഞങ്ങളുടെ കട്ടിലിൻ്റെ സ്റ്റാൻഡ് വരെ ഞങ്ങൾ അയച്ചപ്പോൾ മാറ്റി വെച്ചേക്കാണ്. കാരണം അതുവരെ നമ്മൾ അയച്ച് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റെയറിൽ ഇറക്കാനോ കയറ്റാനോ ഒന്നും പറ്റില്ല. അതേപോലെ സെറ്റിയും ബെഡിൻ്റെ ഫ്രെയിമുമാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ എന്ത് വാങ്ങിക്കുകയാണെങ്കിലും അങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആവണം എന്നുള്ളത് കുറച്ച് നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും കവറിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകാമല്ലോ. ഇതിനെന്തോ $85 എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തോ $50-55 അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നൊക്കെ മടക്കി അതിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടി പോണ തിരക്കിലായിരുന്നു കേട്ടോ. കാരണം കൈയോടെ വച്ചില്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടക്കും, നിരന്ന് കിടക്കും. ആ നിരന്നതിൽ നിന്ന് എടുത്തിടുക എന്നല്ലാതെ പിന്നെ അത് നിവർത്തി വെക്കുന്ന പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇറങ്ങി. അപ്പോൾ അതെല്ലാം കഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാണ് കേട്ടോ. അപ്പം ഇവിടെ വെച്ചാൽ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.